ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടുപോത്ത് ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപോത്ത് എടക്കര ടൗണിലൂടെ അടക്കം സഞ്ചരിക്കുന്നത്. വനംവകുപ്പും നാട്ടുകാരും ഇടപെടുമ്പോൾ കാട്ടുപോത്ത് താൽക്കാലികമായി കാട് കയറുമെങ്കിലും വീണ്ടും തിരികെ എത്തുന്നതാണ് ഭീതി വിതയ്ക്കുന്നത്. കാട്ടാന, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങൾക്ക് നടുവിലാണ് മലയോര ജനതയുടെ ജീവിതം. അതിനിടയിലാണിപ്പോൾ കാട്ടുപോത്തുകളുടെ വരവ്. തെല്ലൊന്നുമല്ല മലയോര ജനതയുടെ ആശങ്ക. നിലമ്പൂർ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്താണ് കാടുകയറാതെ ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്നത്. മരുത പുളിക്കലിലാണ് ശാന്തനായ നിലയിൽ കാട്ടുപോത്തിനെ ജനങ്ങൾ ആദ്യം കണ്ടത്. കെട്ടിയിട്ട പോത്തിനടുത്ത് വരെ കാട്ടുപോത്തെത്തി. പിന്നീട് കഴിഞ്ഞ ദിവസം പുലർച്ചെ എടക്കര ടൗണിലും തുടർന്ന് മാമാങ്കര സമിതി റോഡിലും ഇറങ്ങിയ കാട്ടുപോത്ത് ജനങ്ങളെ ആകെ വട്ടം കറക്കി. ഒരുപാട് കഷ്ടപ്പെട്ട് കാട്ടുപോത്തിനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് കാടുകയറ്റി. ആശ്വാസത്തിന്റെ നെടുവീർപ്പിടും മുൻപ് അതേ കാട്ടുപോത്ത് വൈകുന്നേരത്തോടെ മരുത പുളിക്കലിലുമെത്തി. പ്രത്യേകിച്ച് കർഷകരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ ആനകളും മറ്റുള്ള മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരെ കൃഷി സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീറ്റ എന്നുള്ള രൂപത്തിൽ അവരിങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു വരികയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ട് സർക്കാർ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ട ഒരു പരിഹാരം കാണണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വടപുറം ടൗണിലുള്ളവരും ഈ കാട്ടുപോത്തിനെ കണ്ടവരാണ്. പന്തീരായിരം ഉൾവനത്തിൽ നിന്നും കുറുവൻപുഴ നീന്തിക്കടന്ന് 3000 വനമേഖലയും താണ്ടിയ കാട്ടുപോത്ത് ചാലിയാർ പുഴയും കടന്നാണ് വടപുറം ടൗണിലെത്തിയത്. ഇവിടെ നിന്ന് കാടുകയറ്റിയ കാട്ടുപോത്ത് നിലമ്പൂർ രാമൻകുത്തിലും ഇറങ്ങി. കാട്ടുപോത്തിനെ ആദ്യമായി കണ്ടതിന്റെ അമ്പരപ്പിലാണ് ചിലർ. മറ്റു ചിലരാകട്ടെ ആദ്യമായി കണ്ടതിന്റെ കൗതുകത്തിലും. ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയോര നിവാസികൾ കടുത്ത ഭീതിയിലാണ്. പുലർച്ചെ തന്നെ മലയോര മേഖല സജീവമാകും. പ്രത്യേകിച്ചും ടാപ്പിംഗ് തൊഴിലാളികൾ, പ്രഭാത സവാരിക്കാർ, പത്രപാൽ വിതരണക്കാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പുലർച്ചെ ടൗണിലെത്തും. ഇതേ സമയത്താണ് കാട്ടുപോത്തിന്റെ നാടുചുറ്റലും. നിലമ്പൂരിനോട് ചേർന്നുള്ള വനത്തിനുള്ളിൽ കടുവ, പുലി തുടങ്ങിയ മൃഗങ്ങളുടെ അക്രമം ഭയന്ന് കാട്ടുപോത്ത് കാടിറങ്ങിയതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കുറച്ച് ദിവസങ്ങൾ കൂടി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരാനാണ് സാധ്യത. പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരുന്നുണ്ട്. കാട്ടുപോത്തിനെ പേടിച്ച് വീട്ടിലിരുന്നാൽ അന്നം മുട്ടുമെന്നതാണ് പ്രധാന പ്രശ്നം. അതിനാൽ പുലർച്ചെ ജോലിക്കിറങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇവർക്ക് മുന്നിലില്ലല്ലോ. കാലങ്ങളായി തുടരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് മലയോര മേഖലയുടെ ആവശ്യം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ് ഇങ്ങനെ കാട്ടുപോത്ത് രാപകലില്ലാതെ ഇങ്ങനെ ടൗണിലൂടെ ചുറ്റിത്തിരിയുന്നു എന്നുള്ളത്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇവിടെ വന്യമൃഗങ്ങൾ ആനയായാലും പന്നിയായാലും കാട്ടുപോത്തായാലും കടുവയായാലും ഇപ്പോൾ ടൗണിലിറങ്ങുന്ന ഒരവസ്ഥയാണ്. ഇതൊരു പഠന വിഷയമാക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്തുകൊണ്ട് ഇത്തരം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് വനംവകുപ്പ് പഠനം നടത്തി അതിന് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, വന്യമൃഗങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു പഠന വിഷയമാക്കി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനുള്ളൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അപ്പോൾ നാടിൻ ഈ കാടുമായിട്ടുള്ള ബൗണ്ടറികൾ വേർതിരിച്ച് അവിടെ സ്ഥിരമായിട്ട് എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ ഗവൺമെൻറ്റോ തലത്തിൽ എന്തെങ്കിലും നടപടി വേണം. വന്യമൃഗങ്ങൾ ഇന്ന് കാട്ടിലേക്കാൾ കൂടുതൽ നാട്ടിലിറങ്ങുന്ന ഒരു സംവിധാനമാണുണ്ട്. ആന, പുലി, കരടി എന്നിവ നിരന്തരം ജനങ്ങളെ ഉപദ്രവിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നിലമ്പൂർ CNG റോഡിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നത്. കർഷകരും നാട്ടുകാരും വളരെ ഭീതിയിലാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് വനംവകുപ്പ്, ജീവി വകുപ്പ് അടിയന്തര നടപടി എന്തെങ്കിലും ഒരു നടപടി ഇതിന് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.